ഗുരുതരമായ ആരോപണങ്ങളാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശ് മുന്നോട്ട് വെച്ചത്. നേരത്തെ SFIയുടെ ഉന്നത നേതാക്കന്മാർക്ക് തൻ്റെ മകൻ്റെ മരണത്തിൽ പങ്കുണ്ട് എന്നത് ആരോപണം മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ പേര് മുന്നോട്ട് വെച്ച് നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. സംസ്ഥാന സർക്കാർ ചതിച്ചു, തനിക്ക് ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളെല്ലാം പാഴ്വാക്കായി, തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് ഒരു പിതാവ് ഏറെ ദുഃഖത്തോടെ പറയുകയാണ്. തൻ്റെ മകനെ നഷ്ടമായതിനു പിന്നിലെ കാരണക്കാർക്കെതിരെ സർക്കാർ സ്വീകരിക്കുന്ന മൃദു സമീപനമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. പ്രത്യേകിച്ച് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയുടെ പേരിൽ കേസെടുക്കണമെന്ന വലിയൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നു. ആർഷോ ആ ക്യാമ്പസിലെ നിത്യസന്ദർശകനായിരുന്നു. തൻ്റെ മകൻ തന്നെ ആർഷോയുടെ പേര് പലപ്പോഴും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആർഷോയിലേക്ക് സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം പോകില്ല എന്ന് സമകാലിക സംഭവവികാസങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചൊരു പിതാവ് അങ്ങനെ ചൂണ്ടിക്കാട്ടുകയാണ്. മാത്രമല്ല, ഇടുക്കിയിൽ MM മണിയുടെ ചിറകിൻ കീഴിലിരിക്കുന്ന അക്ഷയ്ക്കെതിരെ നടപടിയില്ല. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ജയപ്രകാശ് മുന്നോട്ട് വെച്ചത്. അഖിൽ പാലോട്ടുപടമുണ്ട്. അഖിൽ, ഇന്ന് സിദ്ധാർത്ഥൻ്റെ മരണം കഴിഞ്ഞ് 41 ദിവസം പൂർത്തിയാകുന്ന ചടങ്ങുകളായിരുന്നതിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ഇത്രയും നാൾ പറഞ്ഞതുപോലെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇനി എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുക, പ്രതിഷേധം എന്താകും എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഏറെക്കുറെ വ്യക്തമാണ്. ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇത്രയും നാൾ SFIയുടെ ഉന്നത നേതാവിൻ്റെ പങ്ക് മാത്രമായിരുന്നെങ്കിൽ ആർഷോയാണ് ആ ഉന്നത നേതാവ് എന്ന് അദ്ദേഹം പേരെടുത്തു പറഞ്ഞിരിക്കുന്നു. ആർഷോയ്ക്കെതിരെ നടപടി വേണം. ഒപ്പം MM മണി സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന അക്ഷയ്ക്കെതിരെ ഉൾപ്പെടെ നടപടിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് താൻ കടക്കുകയാണെന്ന് ആ പിതാവ് വ്യക്തമാക്കുന്നു. ആ സാഹചര്യത്തിലേക്ക്, അവസ്ഥയിലേക്ക് ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നു. അഖിൽ, ഉമേഷെ, ഒരു അച്ഛൻ തൻ്റെ മകൻ മരിച്ച് 41 ദിവസവും ഒരുപോലെ ആ മകൻ്റെ നീതിക്ക് വേണ്ടി പോരാടുന്ന കാഴ്ചയാണ് ആ അച്ഛൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. 41ാമത്തെ ദിവസവും തൻ്റെ മകന് നീതി ലഭിക്കണമെന്ന ഒറ്റ ആവശ്യം മാത്രമാണ് ആ അച്ഛൻ്റെ വാക്കുകളിൽ ഇന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ പരോക്ഷമായിട്ട് SFIയുടെ ഒരു ഉന്നത നേതാവാണ് തൻ്റെ മകനെ കൊല്ലുന്നതിലേക്ക് വേണ്ടി 8 മാസത്തോളം ആ ക്യാമ്പസിനകത്ത് അരാജകത്വവും അക്രമവും നടത്തിയതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അച്ഛൻ എന്ന് പേരെടുത്തു തന്നെ പറയുന്നുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ PM മാർഷയാണ് അത്തരത്തിൽ ഗുണ്ടാ പ്രവർത്തനത്തിന് ക്യാമ്പസിനകത്ത് നേതൃത്വം നൽകിയതെന്ന് അച്ഛൻ പേരെടുത്തു തന്നെ പറയുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു രാഷ്ട്രീയമായ ലാഭത്തിനു വേണ്ടി മാത്രം താൻ നൽകിയ പരാതി തൻ്റെ കുടുംബത്തിന്റെ വായടയ്ക്കുന്നതിലേക്ക് വേണ്ടി ആ ഒരു CBI അന്വേഷണം എന്ന ആവശ്യത്തെ ഒരു പേപ്പറിൽ മാത്രം ഒതുക്കി ആദ്യം തങ്ങളെയും കുടുംബത്തെയും പറ്റിച്ചു മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി പറ്റിച്ചു, ആഭ്യന്തര വകുപ്പ് തങ്ങളെ കുടുംബത്തെ പറ്റിച്ചു എന്നതാണ് അച്ഛൻ പ്രധാനമായും പറഞ്ഞത്. ഇനി തങ്ങളെ പറ്റിക്കാനാകില്ല. തൻ്റെ മകന് നീതി ലഭിക്കുന്നതിലേക്ക് വേണ്ടി അമ്മയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ വളരെ മോശത്തിലാണ്. കാരണം സ്വന്തം മകൻ, സ്വന്തം 10 മാസം ചുമന്ന് പ്രസവിച്ച് കണ്ണേ കരളെ എന്ന് പറഞ്ഞു വളർത്തിയ മകൻ ഒരു നാൾ ക്രിമിനലുകളുടെ അക്രമത്തിനിരയായി മരിക്കുമ്പോൾ ആ അമ്മയുടെ വേദന താങ്ങാനാകാത്ത ഒരു 41 ദിനരാത്രങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആ ദിനരാത്രങ്ങൾക്കും അപ്പുറത്ത് ആ അമ്മയുടെ ആരോഗ്യസ്ഥിതി പുനർജീവിച്ചു വന്നാൽ ആ അമ്മയെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മുമ്പിൽ എത്തും എന്നതാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കടുത്ത പ്രതിഷേധം, കടുത്ത സമരത്തിലേക്ക് തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബം പോകും എന്ന് തന്നെയാണ് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 കാര്യങ്ങളാണ് അച്ഛൻ ഇന്ന് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഡീൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണം, ആ പെൺകുട്ടികൾ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണം, MM മണി സംരക്ഷിക്കുന്ന ആ ക്യാമ്പസിനകത്തുള്ള അക്ഷയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. എന്തിനു വേണ്ടിയിട്ടാണ് ആ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥി പോലും അല്ലാതിരുന്ന PM മാർഷോ ആ ക്യാമ്പസിനകത്തേക്ക് വന്നത്? ഈ അക്രമങ്ങൾക്കെല്ലാം തന്നെ PM മാർഷോ എന്തിനാണ് നേതൃത്വം വഹിച്ചത്, മൗനാനുവാദം നൽകിയത് എന്ന ഒരു ചോദ്യത്തിലൂടെ സർക്കാർ മറുപടി പറയണമെന്നുള്ള ഒരു ആവശ്യം അച്ഛൻ മുന്നോട്ട് വെക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചേർത്ത് വെച്ച് പറഞ്ഞാൽ, ആ അച്ഛൻ മുന്നോട്ട് വെക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പും കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെന്റ് ക്യാമ്പസിനകത്ത് ഇടിമുറികളിൽ മരണപ്പെട്ട ജിഷ്ണു പ്രണോയുടെ അമ്മ തിരുവനന്തപുരത്തേക്ക് സമരവുമായി എത്തുമ്പോൾ പോലീസ് നടപടി ഉണ്ടായതൊക്കെ തന്നെ നമ്മളുടെ മുന്നിൽ, കണ്ണിന് മുന്നിലുള്ള ഒരു കാഴ്ചകളാണ്. അപ്പോൾ ഇനി ഒരു രക്ഷിതാവും ഇതുപോലെ സമരത്തിന് പോകുമ്പോൾ ഉണ്ടായ പോലീസ് നടപടി അച്ഛൻ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പാതി വഴിയിൽ പോലീസ് അന്വേഷണം ഉപേക്ഷിക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയിട്ടാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിൽ നിന്നും പോലീസ് പിന്മാറാൻ തയ്യാറായത്? ഒരു കേസ് പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന്റെ പുരോഗതി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പ്രതിപട്ടികയിൽ വരുന്ന, അല്ലെങ്കിൽ അവൾ പ്രതികളാണ് എന്ന് കുടുംബം പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ തെളിവുകൾ ലഭിക്കുന്ന ആ പ്രതിപട്ടികയിലുള്ളവരൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് പോലീസ് മടിക്കുന്നതെന്ന ചോദ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. കാരണം അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഉമേഷ്. കാരണം എന്ന് പറഞ്ഞാൽ, ഒരു കേസ് ഫ്രെയിം ചെയ്തു വരുന്ന സമയത്ത് തന്നെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെക്കുന്ന ചില ആശങ്കകളുണ്ട്. ആ കേസിലെ വിക്ടിംസ് എന്ന നിലയ്ക്ക് ആ കുടുംബത്തെ മുന്നോട്ട് വെക്കുന്ന ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം പലതവണ തൻ്റെ മകൻ തന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല
ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് അവിടുത്തെ SFIയുടെ നേതാക്കൾ ആ ക്യാമ്പസിനകത്ത് അഴിഞ്ഞാടുന്നുണ്ട്. ചില പെൺകുട്ടികളടക്കം മൊബൈലിൽ തന്റെ നഗ്നമായ ചിത്രങ്ങൾ പകർത്തി ആസ്വദിക്കുന്നുണ്ട്. ചില SFIയുടെ ഉന്നതമായ നേതാക്കളൊക്കെ ആ ക്യാമ്പസിനകത്ത് ഇടപെടൽ നടത്തുന്നുണ്ട്. തന്റെ മകൻ തന്നെ പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പക്ഷേ അച്ഛൻ തന്നെ ഇന്ന് ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ പറയുന്നതിനൊക്കെ തന്നെ മകൻ എന്ന് ജീവിച്ചിരിപ്പില്ലല്ലോ, അതിനൊരു തെളിവില്ലല്ലോ എന്ന് പറഞ്ഞാൽ PM ആർഷ അടക്കമുള്ളവർ ക്യാമ്പസിനകത്തിനുള്ള സാങ്കേതിക തെളിവ് കണ്ടെത്താനുള്ള സംവിധാനം പോലീസിന് മുമ്പിലെ PM ആർഷയുടെ മൊബൈൽ ടവർ ഈ 8 മാസത്തിനിടയിൽ എത്ര പ്രാവശ്യം PM ആർഷോ വെറ്ററിനറി സർവകലാശാലയുടെ പരിധിയിൽ എത്തിയിട്ടുണ്ട്. ഈ അച്ഛൻ പറയുന്നത് അടക്കമാണെങ്കിൽ ആർട്സിനും സ്പോർട്സിനും ആ ക്യാമ്പസിനകത്ത് എന്തെല്ലാം കാര്യം നടന്നിട്ടുണ്ടോ ആ കാര്യത്തിനെല്ലാം തന്നെ PM ആർഷ ക്യാമ്പസിനകത്തേക്ക് എത്തുന്നു. അപ്പോൾ എന്തിനാണ് PM ആർഷ ക്യാമ്പസിലേക്ക് എത്തിയത്? ഇത്തരത്തിലൊരു അക്രമങ്ങൾ നടക്കുമ്പോൾ PM ആർഷ എന്തിനാണ് മൗനാനുവാദം നൽകിയത് എന്നൊക്കെയാണ് കുടുംബം ചോദിക്കുന്നത്. എന്തായാലും ഉമേഷേ, വരും ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും കേരളത്തിൽ ഒരു മകന്റെ നീതിക്കു വേണ്ടി, തന്റെ കണ്ണും കരളുമായിരുന്ന തന്റെ മകന്റെ നീതിക്കു വേണ്ടി ഒരു അച്ഛൻ തെരുവിലേക്ക് ഇറങ്ങുന്ന, ഒരു കുടുംബം തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. കേരളത്തിൽ മാത്രം ഇത്തരത്തിലൊരു കാഴ്ച കാണേണ്ടി വരുന്നു എന്നതാണ് നിസ്സഹായമായ ഒരു ക്യാമ്പസിനകത്ത് ഇവിടെ നിന്നും പഠിക്കാൻ വിദ്യാഭ്യാസം എന്ന മോഹവുമായി കടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥി വീണ്ടും അത് ഒരു വെള്ള തുണി പുതച്ച് തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥയിൽ ആ മകന്റെ നീതിക്ക് വേണ്ടി അച്ഛൻ പോരാടുന്നത് തന്നെ നമുക്ക് കാണേണ്ടി വരുന്നു. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ, ഈ സർക്കാരിനെതിരെ വലിയ വിമർശനമായി സർക്കാരിൻ്റെ ഈ ആഭ്യന്തര വകുപ്പ് നടത്തിയ ചതിക്കെതിരെയുള്ള അച്ഛൻ്റെ പോരാട്ടം എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ കാണേണ്ടി വരും. അച്ഛൻ ഉറച്ച നിലപാടിൽ, ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയുന്നുണ്ട് താൻ ചതിക്കപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വാക്കുകേട്ടതിൽ, ആഭ്യന്തര വകുപ്പിന്റെ വാക്കുകേട്ടതിൽ താൻ ചതിക്കപ്പെട്ടു. രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കൂടി തൻ്റെ വായടയ്ക്കുന്നതിന് വേണ്ടി, തൻ്റെ കുടുംബത്തിന്റെ വായടയ്ക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഒരു ഉത്തരവ് മാത്രം ഇറക്കി CBI അന്വേഷണം എന്ന ഒരു കീറാമുട്ടി കാട്ടി തന്നെയും തന്റെ കുടുംബത്തെയും മുഖ്യമന്ത്രി ചതിച്ചത് എന്ന് അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു വെക്കുന്നുണ്ട്.